പിതാവും പുത്രനും പരിശുദ്ധവുമാകുന്ന സർവശക്തിയുള്ള ദൈവത്തിൻ്റെ തിരുനാമം ഇന്നും എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ, വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ ജീവിതങ്ങളെ ദൈവം മാറ്റിമറിക്കട്ടെ. ഓരോ ദിവസം കൂടി ദൈവം തന്നതിനായി ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഓരോ ദിവസവും ദൈവകൃപ നമ്മളെ താങ്ങുന്നു. ദൈവത്തിൻ്റെ ദയ നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നു. ലാഭങ്ങളുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും അവൻ്റെ വിശ്വസ്തത വലിയതുമാകുന്നു എന്ന് തിരുവെഴുത്ത്. എത്ര അർത്ഥവത്താണ്. നാം നിന്നതല്ല, നമ്മളെ നിർത്തിയതാണ്. നമ്മളെന്തെങ്കിലും അഭിമാനിക്കാൻ നമുക്ക് പറയാനൊന്നുമില്ല. കർത്താവായ യേശുക്രിസ്തു തൻ്റെ യാഗത്താൽ, തൻ്റെ വിലയേറിയ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തതാണ്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, തൻ്റെ കരുണപ്രകാരം, കൃപപ്രകാരം സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് തിരുവെഴുത്തം പ്രകാരം. ആ കരുണയാണ് നമ്മളെ വീണ്ടെടുത്തത്. ആ ദയവാണ് നമ്മളെ രക്ഷിക്കുന്നത്. വീണ്ടും ആ ദയ വലിയതാണ്. അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് സങ്കീർത്തനക്കാരൻ കൂടെ സങ്കീർത്തനത്തിൽ അത് ആജ്ഞാപിക്കുന്നതായി ഏറ്റുപറയുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ആ ദയയും കരുണയും അതിൻ്റെ അടുത്ത വിശ്വസ്തതയും നമ്മളെ തുടർന്നും വഴി നടത്തട്ടെ. നമുക്കും ആ ദയ സ്വീകരിച്ച് മറ്റുള്ളവരോട് ദയയായിരിക്കാൻ, കരുണയായിരിക്കാൻ, ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തരായിരിക്കാൻ നമുക്ക് ദൈവടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവിടെ നമ്മൾ സഹായിക്കട്ടെ. നാം ഒരു പുതിയ സങ്കീർത്തനത്തിലേക്ക് കടന്നു വരികയാണ്. 110 കഴിഞ്ഞു. 111 സങ്കീർത്തനം, 11 വാക്യമുള്ള ഒരു സങ്കീർത്തനം. 111 സങ്കീർത്തനം ഒരു സ്തോത്രഗീതം, ഒരു സ്തോത്ര സങ്കീർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. യഹോവയെ സ്തുതിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹെഡിങ്ങോട് ശീർഷകത്തോടുകൂടി ആനയിക്കുന്ന അനവധി സങ്കീർത്തനങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ചില സങ്കീർത്തനങ്ങൾ നമ്മളിത് കണ്ടു. 107, അങ്ങനെ ചില 106, അവിടെയൊക്കെ യഹോവയെ സ്തുതിക്കുവിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, മാറി അവിടെ പറയുന്നുണ്ട്. ഇവിടെ യഹോവയെ സ്തുതിപ്പിക്കുവിൻ എന്ന് പറയുന്ന സങ്കീർത്തനം. ഇനി 2-3 സങ്കീർത്തനങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. ദൈവത്തെ സ്തോത്രം ചെയ്യണം. എന്തിനാണ് ദൈവത്തെ സ്തോത്രം ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. തിരിച്ച് ഇവിടെ ഈ ഒരു സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത, നമുക്കെല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ ഏറ്റവും അർത്ഥവത്തായുള്ള ഒരു വാക്യം, സുപരിചിതമായ ഒരു വാക്യം, പക്ഷേ ആ വാക്യം എവിടെയാണെന്ന് അനേകർക്ക് അറിയത്തില്ല. അതിവിടെയാണ് പറയുന്നത്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. യഹോവ ഭക്തി, ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. All those who practice it have a good understanding. His praise endures forever. 111 ഓർത്തിരിക്കേണ്ട എളുപ്പമായ ഒരു വാക്യമാണ്. 111 സങ്കീർത്തനം 11 വാക്യം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. ഭക്തി ഉണ്ട് എന്ന് പറയുന്നത് ഒരു ഭക്തിയില്ലാത്ത ഒരു വ്യക്തിക്ക് ജ്ഞാനമുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ന് മഹാമൂഢന്മാരുടെ എണ്ണം വർദ്ധിക്കുക. എല്ലാം തന്നെ ഉണ്ടായി, തന്നെ ഉളച്ചു. എന്ത് ഫൂളിഷ്നെസ്സാണ് ഇവന്മാർ പറയുന്നത്. തന്നെ ഉണ്ടായതാണെന്ന്. നീൻ്റെ ശരീരത്തിൽ ഒരു ഭാഗങ്ങൾ തന്നെ ഉണ്ടായതാ, എല്ലാം തന്നെ മഹാമണ്ടന്മാരായി. എന്നിട്ട് അവർ വലിയ ശാസ്ത്രത്തിൻ്റെയൊക്കെ വലിയ ഉന്നത ഇതിൽ ഇരിക്കുന്ന അവർ ശാസ്ത്രം എന്താ അവരുടേതാണെന്ന് പോലെയാണ് അവർ പറയുന്നത്. ഓരോ ശാസ്ത്രജ്ഞന്മാരും അവരെല്ലാം ദൈവഭക്തരായിരുന്നു. ദൈവഭക്തിയിൽ അവരെല്ലാം നിറഞ്ഞു നിന്നവരായിരുന്നു നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു യഥാർത്ഥ ഭക്തി ദൈവാസ്തിക്യത്തിലുള്ളതായ വിശ്വാസമാണ്. ഈ കെപ്ലർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ വാനനിരീക്ഷകനായിരുന്നു. അദ്ദേഹം തൻ്റെ ദൂരദർശിനി ടെലസ്കോപ്പ്, എനിക്കൊന്നത് കെപ്ലറിൻ്റെ സംഭാവനയായിരിക്കും. ആ ദൂരദർശിനിയെ വാനനിരീക്ഷണത്തിനായി തിരിച്ചു വെച്ച് നോക്കിക്കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ആദ്യ ചിന്ത ചിന്തിക്കുകയാണ് എന്ന് പറഞ്ഞു. അതായത് ജൈവചിന്തയുള്ള പ്രകൃതിശാസ്ത്രജ്ഞൻ്റെ ആദരവും ആനന്ദവുമാണ് നിന്നിരിക്കുന്നത്. യഹോവയുടെ സൃഷ്ടിയെക്കുറിച്ച് ആദരവോടും അത്ഭുതത്തോടും പഠനവും പരിശോധനയും നടത്തിയ ഒരു അനുഭവം ഈ സങ്കീർത്തനക്കാരനോട് ചേർത്ത് അദ്ദേഹത്തിന് പറയാൻ പറ്റും. മാനശാസ്ത്രജ്ഞന് അനുഭവപ്പെട്ട ആത്മസംതൃപ്തി, അതായത് അത് പഠനം നടത്തുകയാണ്. ദൈവത്തിൻ്റെ ഇതിൻ്റെ ഒരു പുനരവി ചിന്തിക്കുകയാണെന്നാണ് പറയുന്നത്. ദൈവം എല്ലാം സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നു, അതിനെ നമ്മൾ ഒന്ന് ചെകഞ്ഞെടുക്കുന്നതേ ഉള്ളൂ. ദൈവം തന്നെ അത് കൃപയാണെന്ന് മനസ്സിലാക്കി തരുന്നതേ ഉള്ളൂ. ഈ അണ്ടവിടാകത്തെ മുഴുവൻ മെനഞ്ഞ ദൈവത്തിൻ്റെ, കഴിഞ്ഞ ദിവസം ഒരു മണ്ടൻ ചോദിക്കുകയാണ്, ഋത്വാദി എന്നാണ് പറയുന്നത്, ദൈവത്തിൻ്റെ തലച്ചോറുണ്ടെങ്കിൽ വിശ്വസിക്കുക എന്നവരുടെ വരികയൊക്കെ.
വളരെ രസാത്മകമല്ല, എന്ത് ഫൂളിഷ്നെസ്സാണ് അവനെങ്ങനെ ശത്രു. അവൻ പറയുന്നതിനൊന്നും അടിസ്ഥാനമില്ല. 50 കോടി വർഷങ്ങൾക്ക് മുമ്പ് എന്തോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കാൻ എളുപ്പമാണ്. അതാണോ അന്ധവിശ്വാസം? അന്ന് ജീവിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടോ? ഏത് വ്യക്തിയുണ്ടോ? ചരിത്രമുണ്ടോ? ഹിസ്റ്ററിക്കൽ എവിഡൻസുണ്ടോ? ഒന്നുമില്ല. എന്നാൽ ക്രിസ്തുവിന് മുമ്പ് 4000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ചരിത്രം മോശ മുഖാന്തരം നീ വെളിപ്പെടുത്തി. റെവലേറ്റഡ് റിലീജിയനാണ് ക്രിസ്തീയ മതം എന്ന് പറയുന്നത്. വെളിപ്പെടുത്തപ്പെട്ടതാണ്, റെവലേഷനാണ് ഫ്രം ഗോഡ്. മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി തൻ്റെ സൃഷ്ടി എങ്ങനെയായിരുന്നുവെന്ന്. അത്രയും മനുഷ്യനെ അറിഞ്ഞാൽ മതി. അതും കഴിഞ്ഞ് പോകുന്നവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനകത്ത് തന്നെയുണ്ട് മർമ്മങ്ങൾ, ദൈവിക മർമ്മങ്ങൾ. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ സാധാരണക്കാരനും ഏറ്റവും ജ്ഞാനിയായ വ്യക്തിക്കും അജ്ഞാനിയായ വ്യക്തിക്കും എല്ലാം വായിച്ചാലും മനസ്സിലാകും. ഒരു കുഞ്ഞിന് വായിച്ചാലും അത് മനസ്സിലാകും, എളുപ്പമാണ്. എന്നാൽ ഒരു ശാസ്ത്രജ്ഞ അല്ലെങ്കിൽ വളരെ ബുദ്ധിയോടെ അവൻ വായിച്ചാൽ അതിനകത്തുണ്ട് ആന്തരികമായ അനേക അർത്ഥങ്ങളുണ്ട്. ഇറകൾ, ഇത് ഡിസ്റ്റൻസ് ഓഫ് ഇറാസ്, അതിൻ്റെ ആ യുഗങ്ങളുടെ ഒരു വിടവൊക്കെ അതിനകത്തുണ്ട്. ഡ്യൂറേഷൻ, അതിൻ്റെ ഓരോന്നിലും അതത് തരം ദൈവം സൃഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു സയൻറ്റിഫിക് ഇതാണ്, ഫിഗറാണ്. അതത് തരം വ്യത്യസ്ത ഇതിലല്ല, ഓരോ പാറ്റേണാണ്, ഓരോ പാറ്റേൺ ഉണ്ട് ഓരോന്നിനും. ഒരു സൃഷ്ടിക്കും ഉള്ളതിനല്ല മറ്റൊരു സൃഷ്ടിക്ക്. എല്ലാത്തിനും അതിൻ്റേതായ ഒരു യുണീക്നെസ് ഉണ്ട്. ഇതൊക്കെ കണ്ടെത്താൻ സാധിക്കുന്ന അത്ഭുതമാണ്. അത് നമ്മൾ ഉൾക്കണ്ണുകൾ ദൈവം തുറക്കട്ടെ, ആന്തരികം നിങ്ങൾ പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ യഹോവയെ സ്തുതിക്കുവിൻ എന്നൊരു ആഹ്വാനത്തോടെയാണ്. പ്രൈസ് ദ ലോർഡ്, അതാണത്, അത്രേ ഉള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഐ വിൽ ഗീവ് താങ്ക്സ് ടു ദ ലോർഡ് വിത്ത് മൈ ഹോൾ ഹാർട്ട് ഇൻ ദ കമ്പനി ഓഫ് ദ അപ്രൈറ്റ് ഇൻ ദ കോൺഗ്രിഗേഷൻ. ഞാൻ നേരിലുള്ള സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നത്, ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും മനോഹരമാണ്. താങ്ക്സ് ഗീവിങ് ഈസ് ദ ബെസ്റ്റ് ഗീവിങ് എന്ന് പറയും. നന്ദി പറയുക എന്ന് പറഞ്ഞാൽ ദൈവം അത് നമുക്ക് തന്നെ മനസ്സിലാകാൻ വേണ്ടി. ദൈവം അങ്ങനെ ആരെങ്കിലുമൊക്കെ തന്നെ സ്തുതിക്കാൻ വേണ്ടി പുകഴ്ത്താൻ വേണ്ടി ഇരിക്കുന്നതല്ല. ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മളാണ് ബലപ്പെടുന്നത്. യഹോവയെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു എന്ന് അപ്പോസ്തലപ്രവൃത്തിയിൽ 27 പൗലോസ് അപ്പോസ്തലനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് ദൈവത്തിൻ്റെ മഹത്വത്തേക്ക് വർണ്ണിച്ചാൽ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് പകരുകയാണ്. അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്കാണ് അതിൻ്റെ ബലം, നമുക്കാണ് അതിൻ്റെ പുകഴ്ച, നമുക്കാണ് അതിൻ്റെ ശക്തി ദൈവം നമുക്ക് തരുന്നത്. അത് നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. ദൈവം ആരാണ്? നമ്മളുടെ ചിന്തയ്ക്കും ബുദ്ധിക്കും എല്ലാം അതീതനല്ലേ. നമ്മുടെ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ മുഴുവനും വിശകലനം ചെയ്യാൻ പറ്റുമായ ദൈവമാണോ? ചിന്തിക്കുക. അവൻ സകലത്തെയും മെനഞ്ഞ സൃഷ്ടാവാൻ ദൈവമല്ല. അവൻ്റെ ധനത്തിൻ്റെ ജ്ഞാനം, അവൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവിടെ ആഴമേ എന്നാണ് പൗലോസ് പറയുന്നത്. അത് ഭയങ്കര ഡീപ്പാണ്. അപ്പോൾ ആ ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഇവിടെ പറയണം, പൂർണ്ണതയോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യണം. ഇനി അടുത്ത വാക്യം, 2ാമത്തെ വാക്യം. യഹോവയുടെ പ്രവർത്തികൾ വലിയവയും അതിലിഷ്ടമുള്ളവർക്കെയും ശോധന ചെയ്യേണ്ടവയും ആകുന്നു. യഹോവയുടെ പ്രവർത്തികൾ, ദ ഡീഡ്സ് ഓഫ് ദ ഗോഡ്, ദൈവത്തിൻ്റെ പ്രവൃത്തി അത് വലുതാണ്, എല്ലാം നമുക്ക് കാണാം. അവയിൽ ഇഷ്ടമുള്ളവരൊക്കെ ശോധന ചെയ്യേണ്ടവയാകുന്നു. ദൈവിക പ്രവർത്തനങ്ങൾ നമ്മൾ ഇടപെടുമ്പോൾ, ദൈവത്തോട് ഇൻറ്റിമസി വർദ്ധിക്കുമ്പോൾ നമ്മൾ ശോധന ചെയ്യപ്പെടും. നമ്മളെ ദൈവം അത് നമുക്ക് വേണ്ടി തന്നെയും ദൈവം മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ വെളിപ്പെടുത്താനുമായിട്ടാണ് നമുക്ക് ശോധന വരുന്നത്. നമ്മൾ ചിലത് പഠിക്കണം. നമ്മൾക്കതിന് നമ്മുടെ ശക്തി എത്രത്തോളം നമുക്ക് മനസ്സിലാകണം. ഹൗ വീക്ക്, ഹൗ ഫീബിൾ വി ആർ, നമ്മൾ എത്രത്തോളം അശക്തരാണ്. പക്ഷേ ഈ ഒരു പ്രശ്നം വരുമ്പോൾ അതിനകത്ത് എന്നെ സഹായിപ്പാൻ ദൈവം എത്ര ശക്തനാണെന്ന് തിരിച്ചറിയണം. എൻ്റെ അശക്തി തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ശക്തനായവനിൽ ആശ്രയിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി എനിക്ക് മനസ്സിലാകുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തി എനിക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ആ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ അതിൽ കൂടെ ജയത്തിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ ദാനിയേലിനോട് ചേർന്നുള്ള 3 ബാലന്മാർക്ക് അവർക്ക് അഗ്നികുണ്ഡത്തെ മാറ്റിമറിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, സാധാരണ ഉള്ളതിൽ കവിഞ്ഞ് 7 മടങ്ങ് തീച്ചൂള ചൂട് പിടിപ്പിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വരുന്ന ശോധന എക്സ്ട്രാ ഓർഡിനറിയാണ്. സാധാരണക്കാർക്കുള്ളത് സാധാരണ ലെവലല്ല. ഇവർ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇവർക്ക് വന്ന കഠിന ശോധന 7 മടങ്ങ്. പക്ഷെ അതിനകത്തൊരു അത്ഭുതം, 7 മടങ്ങ് അധികമുള്ള തീയിൽ കൂടെ കടന്നു പോയിട്ടും തീയുടെ മണം പോലും ഏശാതെ പുറത്തു വന്ന് അവരുടെ കാൽച്ചട്ടയ്ക്ക് പോലും തീയുടെ മണമേറ്റില്ല എന്ന് പറഞ്ഞാൽ അവരിട്ടിരുന്ന ഷോർട്ട്സ്, അവരിട്ട ഡ്രസ്സിന് പോലും ഒരു തീയുടെ മണമില്ലാതെ അവർ പുറത്തു വന്നതെന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു തീയുടെ അടുക്കലേക്ക് ചെന്നാൽ മുടി അങ്ങനെ ചുരുങ്ങി പോകത്തില്ലേ, ഒരു മണം വരാൻ തുടങ്ങും അല്ലേ. നമ്മുടെ കൈകളിൽ തന്നെയാണ് ഗ്യാസ് സ്റ്റവ് എന്തെങ്കിലും പുറത്തൊക്കെ പിടിച്ച് അറിയാതെയാണെങ്കിൽ പെട്ടെന്ന് രോമൊക്കെ ചെയ്യും. ഇത്ര തീവ്രതയുള്ള തീയിൽ കൂടെ കടന്ന് എന്നിട്ട് അവർക്കൊരു
തീയുടെ മണം പോലും ഇല്ലാതെ പുറത്തു കൊണ്ടിരിക്കുന്ന ദൈവം. അതാണ് ദൈവത്തിൻ്റെ ശക്തി. അപ്പം നമ്മൾക്ക് അസാധ്യമായ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ചിന്തിക്കരുത്, അയ്യോ ഇതെന്തോ ഇല്ല, അത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള വാതിലാണ്. നമ്മൾ സന്തോഷിക്കണം. കർത്താവേ, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ളതാണ്, എനിക്ക് പറ്റില്ല. യു മസ്റ്റ്. കർത്താവേ, നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിൻ്റെ അത്ഭുതകാരനെ കാണിക്കണമേ, നിൻ്റെ അത്ഭുതകരയോടെ പ്രവർത്തിക്കണമേ കർത്താവേ. നിൻ്റെ പദ്ധതികൾ അത് അത്ഭുതകരമാണ് കർത്താവേ, അതെനിക്ക് ഗ്രഹിക്കാൻ പ്രയാസമാണ്, പക്ഷേ അവിടെ നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തെ അനുവദിക്കുമ്പോൾ അതിലൊക്കെ ദൈവികത്തിൻ്റെ മഹത്വം നമുക്ക് വെളിപ്പെടാനായിട്ട് പറ്റും. കാനവല കല്യാണത്തിൽ അത്ഭുതം ചെയ്തിട്ട് ഇങ്ങനെ അവൻ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്നവർ തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് ദൈവപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ പ്രവൃത്തി എങ്ങനെയുള്ളതാണ്? അത് മഹത്വവും തേജസ്സും ഉള്ളത്. അവൻ്റെ നീതി എന്നേക്കും നിൽക്കുന്നു. അവൻ നിൻ്റെ അത്ഭുതങ്ങൾക്ക് ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ. തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. ഇത്ര മനോഹരമായ വാക്യങ്ങളാണതല്ലേ. അപ്പം അവൻ്റെ പ്രവൃത്തി മഹത്വവും തേജസ്സും ഉള്ളതെന്നാണ് പറയുന്നത്. ഫുൾ ഓഫ് ഹോണർ ആൻഡ് മജസ്റ്റി ഈസ് ഹിസ് വർക്ക്. ഹോണർ ആൻഡ് മജസ്റ്റി ആൻഡ് ഹിസ് റൈറ്റിയസ്നെസ് എൻഡ്യൂസ് ഫോർ എവർ. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നതാണ്. അവൻ്റെ അത്ഭുതങ്ങൾക്കൊരു ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ. തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ. ഹി ഗെയിൻഡ് റിനോൺ ബൈ ഹിസ് വണ്ടർഫുൾ ഡീഡ്സ്. അവൻ്റെ പ്രവർത്തികളെല്ലാം അത്ഭുതകരമാണ്. അവൻ ഗ്രേഷ്യസ് ആണ്, മേഴ്സിഫുള്ളാണ്, അവൻ കൃപയുള്ളവനാണ്, കരുണ നിറഞ്ഞവനാണ്. പിന്നെ അവൻ തന്നെ ഹീ ഹു പ്രൊവൈഡ്സ് ഫുഡ് ഫോർ ദോസ് ഹു ഫിയർ ഹിം. തന്നെ ഭയപ്പെടുന്നവർക്ക്, തൻ്റെ ഭക്തന്മാരായവരെ ദൈവം പുലർത്തുമെന്ന് അവിടെ പറയുന്നത്. അവൻ തൻ്റെ ഭക്തന്മാർക്ക് ആഹാരം നൽകുന്നവർ. ഈ കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോഷിപ്പിച്ച ദൈവം. കാക്കി അപ്പവും ഇറച്ചി അതിൻ്റെ കയ്യിൽ കിട്ടിയാൽ ആർക്കും കൊടുക്കാത്ത ഒരു ആഹാരം അത്. എന്നാൽ അത് അങ്ങനെ കൊണ്ടുപോയി ഏലിയാവിന് കൊണ്ടു കൊടുക്കുന്നു. ദൈവത്തിൻ്റെ ആജ്ഞ ഞാൻ കാക്കയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് ആഹാരം. നീതിമാൻ തുണയില്ലാതിരിക്കുക, അവൻ്റെ മക്കൾ ആഹാരം ഇറക്കുന്ന ഞാൻ കണ്ടിട്ടില്ല എന്ന് ദാവീദ് സാക്ഷിക്കുകയാണ്. കരയുന്ന കാക്കകൾക്ക് അദ്ദേഹത്തെ ആഹാരം കൊടുക്കുന്ന ദൈവം തൻ്റെ ഭക്തന്മാർക്ക് ആഹാരം കൊടുക്കാതിരിക്കുമോ? അതുകൊണ്ട് ഇവിടെ ദൈവം ഒരു നിറയ്ക്കുന്ന ദൈവം. അവൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. തമ്മോട് ചെയ്ത നിയമം അത് ഈ ഓർക്കും എപ്പോഴും. അബ്രഹാമിനോട് ചെയ്ത നിയമം തലമുറകൾ കഴിഞ്ഞിട്ട് ഓർക്കുകയാണ്. തലമുറകളിലേക്ക് ദൈവം ഓർമ്മപ്പെടുത്തുക. ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിനോട് പറഞ്ഞ കാര്യം, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ എന്ന് വിളിക്കുന്ന ദൈവം. നിയമത്തെ മറക്കുന്നില്ല. നമ്മളോട് ചെയ്ത നിയമം, നമ്മളോട് ഉടമ്പടി ഒന്നും ദൈവം മറക്കുന്നില്ല. നമ്മളും മറക്കാതെ അതോടെ അതിൽ ദൈവത്തിലേക്ക് അടുത്തു വന്നുകൊണ്ട് നമ്മൾ തന്നെ ആ ദൈവത്തിൻ്റെ നിയമത്തിന് കീഴിലാക്കി ദൈവത്തിൻ്റെ സ്നേഹത്തിലും ദൈവത്തിൻ്റെ കൃപയിലും നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനുള്ള ഒരു മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്രകാരം മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ്, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ മഹത്വമെല്ലാം കാണുവാനിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടെ തന്നതിനായി സ്തുതിക്കുന്നു. ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയാണ് നിലച്ചത് കർത്താവായ യേശുവേ. ആ നിമിഷം ഞങ്ങളോടുകൂടെ ഞങ്ങളിലവിടെ നിന്ന് നിറഞ്ഞു നിൽക്കണമേ. വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലൂടെ വാണരുളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചിന്ത, ബുദ്ധി, ബോധ, വിചാര, വികാര നിരൂപണങ്ങളെല്ലാറ്റിനും മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കണമേ. യേശു സകലത്തിലും കർത്താവായ ഞങ്ങളിൽ വാണരുളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നാഥനായിരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രിതാവായിരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മഹത്വവും ഏറ്റെടുക്കുവാൻ അവിടുത്തെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെല്ലാ കൃപകൾക്കായ സ്തുതി, കരുണകൾക്കായ സ്തുതി, ദേവനായ സ്തുതി, ഇതുവരെ നടത്തിക്കൊണ്ടുവന്ന എല്ലാ വഴികൾക്കായി ഞങ്ങളങ്ങനെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നപ്പോൾ തുറന്നും അവിടെ നടത്താനോട് ശക്തനായതുകൊണ്ട് ആ തൃക്കരങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളെ ആത്മദേഹത്തെ സമ്പൂർണ്ണമായി ഫലമേൽപ്പിക്കുന്നു. അവിടെ നിന്ന് ഏറ്റെടുക്കണം. യേശുവേ, രക്തത്താൽ പൊതിയണമേ. തിരുവരെ ഞങ്ങളോടുകൂടി ഇരിക്കണമേ. മഹത്വം എടുക്കണമേ. ആമേൻ. എൻ മനം നീ തുറക്കൂ, പൂവിലും പുല്ലിലും തുടിക്കുന്ന നിൻ ജീവ സ്പന്ദനം ആസ്വദിക്കാൻ ഹൃദയം നീ തുറക്കൂ.
ഹൃദയം നീ തുറക്കൂ.